ഇനി റിപ്പോർട്ടിന്റെ ബിഗ് ഇംപാക്ട് വാർത്തയിലേക്കാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടിൽ വിവരാവകാശ കമ്മീഷൻ കടുത്ത നടപടിക്കൊരുങ്ങുന്നു. റിപ്പോർട്ടറിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ കമ്മീഷൻ സാംസ്കാരിക വകുപ്പ് SPOയെ ശാസിച്ചു. 11 ഖണ്ഡികകൾ ഒഴിവാക്കിയത് തെറ്റെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. കൂടുതൽ പേജുകൾ പുറത്തുവിട്ടേക്കും. അതേസമയം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഒന്നും പറയാനാകില്ലെന്നും വിവാദങ്ങൾക്കില്ലെന്നുമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയത്തിന് ഞാനിപ്പോൾ ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു പുതിയ അഭിപ്രായ പ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം കോടതി തീരുമാനിക്കേണ്ട. തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയത്തിന് ഞാനിപ്പോൾ ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു പുതിയ അഭിപ്രായ പ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം കോടതി തീരുമാനിക്കേണ്ട. തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. റോഷിപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിപാൽ, നമ്മൾ നൽകിയ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഒടുവിൽ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒഴിവാക്കിയ 11 ഖണ്ഡികകൾ പുറത്തുവിടാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് തുടർ നടപടികൾ? വിനീത, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ട് റിപ്പോർട്ടർ TVയാണ് പുറത്തെത്തിച്ചത്. അതിന് തൊട്ടു പിന്നാലെ സാംസ്കാരിക വകുപ്പിന് അപ്പീൽ നൽകുകയും അപ്പീലിൽ അനുകൂലമായി സാംസ്കാരിക വകുപ്പ് പ്രതികരിക്കാത്തത് തുടർന്നാണ് നമ്മൾ 97 മുതൽ 107 വരെയുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പാരഗ്രാഫുകൾ എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്, അത് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. ആ പരാതിയിൽ 2 വട്ടം തെളിവെടുപ്പ് നടന്നു. ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥന്മാരെ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയും ഒപ്പം ജോയിന്റ് സെക്രട്ടറിയും വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തു. ആ വിശദീകരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കമ്മീഷൻ ശക്തമായ വിമർശനവും ശാസനയും ഈ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷ് തങ്കച്ചിയും ജോയിന്റ് സെക്രട്ടറി സന്തോഷുമാണ് ഹാജരായത്. നേരത്തെ ഞാനുൾപ്പെടെ അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ ഹാജരായിരുന്നു. ഏറ്റവും ഒടുവിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ പേജുകൾ വളരെ വിശദമായി പരിശോധിച്ചപ്പോൾ ഭൂരിഭാഗം പേജുകളും പുറത്തുവിടാൻ പറ്റുമെന്ന വിലയിരുത്തലിലേക്ക് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം എത്തിയെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഡിസംബർ ആദ്യ വാരം തന്നെ ഇതിൽ തീർപ്പ് കൽപ്പിക്കും. കൂടുതൽ പേജുകൾ പുറത്തുവിടാനുള്ള നിർദ്ദേശം സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം നിർദ്ദേശം നൽകാനാണ് സാധ്യത. ഏതായാലും നേരത്തെ നൽകുമെന്ന് പറഞ്ഞ 11 ഖണ്ഡികകൾ ഉൾപ്പെടുന്ന 5 പേജുകളാണ് അവസാന നിമിഷം ഒഴിവാക്കിയത്. ആ കാര്യം അപേക്ഷ നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടുമില്ല. ഇത് ചോദ്യം ചെയ്തായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചതും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ, വേട്ടയാടലുകൾ നടന്ന ഭാഗങ്ങളാണ് ഈ 11 ഖണ്ഡികകൾ ഉള്ളത്. കാരണം അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഖണ്ഡികകൾ അതിൻ്റെ തുടക്കമാണ്. ഏറ്റവും അതിനുശേഷമുള്ള ഖണ്ഡികകളിലും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഈ പ്രധാന ഇതിൻ്റെ മധ്യഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന ചോദ്യത്തിന് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി കൃത്യമായ ഉത്തരവും നൽകിയില്ല. ഏതായാലും വിവരാവകാശ കമ്മീഷണറുടെ നിർണായക ഇടപെടലിലൂടെയാണ് നേരത്തെ ഈ ഭാഗികമായെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഒടുവിൽ അതിൽ പൂഴ്ത്തിവെച്ച ഭാഗങ്ങൾ കൂടി ഈ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീമിൻ്റെ ഇടപെടലിലൂടെ പുറത്തു വന്നേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.